അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഒരു ട്രൈ കളർ പുഡിംഗ്. ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ആ 3 കളറും നമ്മൾ ഈ ഒരു പുഡിങ്ങിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് അടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് 250 ml 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 5 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതോടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഈ ഒരു ഇതിന് നമ്മളൊരു 6 അല്ലെങ്കിൽ ഒരു 8 ഗ്രാമോളം മതിയാവും. അത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കാൻ വേണ്ടി വെക്കാം. ഇനി ഒരു ഓറഞ്ച് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്യാരറ്റാണ് യൂസ് ചെയ്യുന്നത്. അതും പുഴുങ്ങിയ ക്യാരറ്റ് കുറച്ച് പാൽ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി പച്ച കളറിന് വേണ്ടിയിട്ട് നമ്മൾ പിസ്തയാണ് എടുത്തിട്ടുള്ളത്. ഒരു കൈ നിറയെ പിസ്ത എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സി ജാറിലിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ അതും നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പാല് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇല്ലേ, അത് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. ഈ ചൈന ഗ്രാസ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ലെയറാക്കി എടുക്കണം. അപ്പോൾ ആദ്യത്തെ ലെയർ ഓറഞ്ച് കളറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2-3 ടേബിൾ സ്പൂണ് ക്യാരറ്റ് പേസ്റ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് പാലും അതുപോലെ തന്നെ ചൈന ഗ്രാസും കൂടിയിട്ടുള്ള മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ ഒഴിച്ചിട്ട് ഫ്രീസറിലൊരു കുറച്ച് മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സെറ്റായി കിട്ടും. ഇനി നമ്മൾ അടുത്ത ലെയറും ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പോവാണ്. ഇതുപോലെ പിസ്തയുടെ പേസ്റ്റ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ ചൈന ഗ്രാസും പാലും കൂടിയുള്ള മിക്സും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി വെക്കുക. ഇനി നമ്മൾ വൈറ്റ് മിക്സിന് നമ്മളൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റോസ് എസൻസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത വൈറ്റ് ലെയർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലെയിനായിട്ട് ഇരിക്കുമ്പോൾ വൈറ്റിനൊരു രസം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ റോസ് എസൻസ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് അത് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും സെറ്റായിട്ടുണ്ട്. നമ്മുടെ പിസ്തയുടെ ലെയറും കൂടി ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കാൻ വേണ്ടി വെച്ച് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്യാം. നമ്മുടെ ട്രൈ കളർ പുഡിങ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ആ 3 കളറും നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, എല്ലാത്തിനും ഒരേ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്യാരറ്റ്, പിന്നെ റോസ് എസൻസ്, പിന്നെ പിസ്ത, ആ 3 കളറിൻ്റെയും ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് പിസ്ത ഇല്ലെങ്കിൽ പിസ്തയുടെ എസൻസ് ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിസ്ത കളറൊക്കെ നമ്മുടെ നാട്ടിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്താലും ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണിത്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അടുത്തൊരു ബെല്ലൈക്കനും ഉണ്ടാവും, അതുകൊണ്ട് പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.